ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. കുറെ നാളായി കണ്ട് നീ എവിടാടാന്നൊക്കെ ചോദിക്കുന്ന ചേട്ടന്മാരൊക്കെ ഉണ്ടായിരുന്നു. ചേട്ടാ, ഒരു ചെറിയൊരു നശിച്ച ഒരു ജോലി ഉണ്ടായിരുന്നു. അതിന്റെ ഭാരം തലേന്ന് കൊണ്ട് ഇറക്കിച്ചിട്ടുണ്ട്. റെസിഗ്നേഷൻ ലെറ്റർ കറക്റ്റ് ആണെന്ന് എനിക്കറിയത്തില്ല. രാമാനൊക്കെ ഫില്ല് വെച്ചിട്ട് എങ്ങനെയും കൊടുത്തു ഒഴിഞ്ഞാൽ മതി എന്ന് പറഞ്ഞിരിക്കും. സമാധാനമുള്ളത് ശരി, പൈസ സംഭവമൊന്നും കിട്ടത്തില്ലെങ്കിലും സമാധാനമുണ്ട് എനിക്ക് ഈ പരിപാടി ചെയ്യുന്നത് കേട്ടോ. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. നമ്മുടെ ആസിഫ് അലിയുടെ ഫോട്ടോ വെച്ച് നമ്മുടെ അപ്പുറത്തെ ചേട്ടന്മാരൊക്കെ ലൗച്ചിങ്ങൊക്കെ കിട്ടുന്നത് ഞാൻ ആസിഫ് അലി ഞാൻ അങ്ങനെ വിചാരിച്ചു. കാരണം റോസാപ്പൂന്റെ ഇന്നോ ലൗച്ചിങ്ങോ ഒക്കെ വെച്ചേക്കുന്നു. അപ്പൊ ഇങ്ങനത്തെ എന്തോ പറ്റി കേറി നോക്കിയപ്പോഴാ ഏതോ മരവാളിയൊക്കെ ആയിട്ട് വിട്ടതല്ലാണത് കേട്ടെ. നോക്കിയിട്ട് എടുത്തപ്പോ തന്നെ ഉപയോഗിക്കുകയാണ് ഇട്ടേക്കുന്നത്. എല്ലാം പൊളിക്കടിക്ക് എല്ലാം ഉണ്ട്. ഈ പുള്ളിക്കാരെ കണ്ടിട്ടില്ല കേട്ടോ. ഏതോ ഒരു പാട്ടുകാരനാണോ അല്ലെ ഒപ്പിക്കരിക്കല്ലേ എന്നൊക്കെ പറയുന്നു. ഇത് ഓണയാണെങ്കിൽ വലിയൊരു കൂറ്റുണ്ടെന്ന് കേട്ടല്ലോ. എന്താണ് പേര്? ഓന്റെ പേരെന്താണെന്നാണ് പറഞ്ഞ അസീസേ? നടൻ ആസിഫ് അലിയെ അപമാനിച്ച സംഗീതജ്ഞൻ രമേശ് നാരായണൻ. പാടത്തട്ടിൽ പുതിയ പാടൻ രമേശ് നാരായണൻ. അത് കേൾക്കാൻ രസമുണ്ട്. മരപ്പട്ടിക്ക് ഒന്നും പറയുന്നില്ല. പുള്ളിക്കാരുടെ പേര് അടിപൊളി പേരാ. നിങ്ങളൊന്നും ഒന്നും പറയരുത്. നാട്ടിലെത്തിച്ചേക്കണേ. അദ്ദേഹത്തിന്റെ മനോഭാവം ആ സമയത്ത് എന്തായിരുന്നു എന്ന് നമുക്കൊക്കെ വായിച്ചെടുക്കാവുന്നതാണ്. അവിടെ പങ്കെടുത്ത എല്ലാവർക്കും വായിച്ചെടുക്കാവുന്നതാണ്. സൗകര്യത്തിൽ ഒരു ആല് മുളച്ചാൽ അതൊരു തണലാക്കിയില്ലെങ്കിൽ പിന്നെ ആലഞ്ചേരിയിലെ ഇളമുറക്കാരെന്ന് പറഞ്ഞിട്ട് എന്താ ഒരു പ്രയോജനം? പുരസ്കാര ദാന ചടങ്ങ്. പക്ഷെ രമേശ് നാരായണനെ എന്തോ അലക്ഷ്യമായി ഇത് കയ്യിലേക്ക് വാങ്ങുകയാണ്. എന്നിട്ട് അതിനുശേഷം ചുറ്റുന്നു ആസിഫ് അലിയോട് നീ പൊക്കോ എന്ന് പറയുന്നു. അയാള് കൊടുത്താ ഇനി പിച്ചക്കാരനാണേലും മേടിക്കുന്നുള്ളതാ. ഓരോരുത്തരുടെ സംസ്കാരം എന്തൊക്കെയാണ് ആൾക്കാർ നിങ്ങളൊക്കെ കാണുന്നതായിരിക്കും. പറഞ്ഞ പുള്ളിക്കാരൻ നല്ല എന്തൊക്കെയല്ലേ ഓരോന്നും ഞാൻ പറയത്തില്ല. അല്ല എന്തൊക്കെ ആയിരിക്കാം മേ ബി പറഞ്ഞു. അല്ല എനിക്ക് അതും എനിക്കറിയത്തില്ല. ഞാൻ പുള്ളി ആദ്യമായിട്ട് കാണുന്നു. സാരമില്ല, എനിക്ക് വിഷമമൊന്നുമില്ല. അതിനുശേഷം ചുറ്റും നോക്കി തനിക്ക് അവാർഡ് നൽകാൻ യോഗ്യന്മാരാരെങ്കിലും ഈ സദസ്സിലുണ്ടോ എന്ന് നോക്കുന്നു. വലിയ പിക്കരിക്കല്ലേ നട്ടർമാർക്ക് അവാർഡ് ഉണ്ടാക്കത്തുള്ളൂ. അപ്പോഴാണ് കിട്ടി മേടിച്ച് വീട്ടിൽ കൊണ്ട് നക്കാളെ ഉണക്കി പിടിച്ച് അതിവലി കൊടുത്തിട്ട് അവന് പോരാ. അവന്റെ അപ്പം കൊടുക്കണമെങ്കിൽ അവൻ ഉണ്ടാക്കത്തുള്ളൂ. അത്തം കുത്തിയ കുമ്പളം വിളിക്കത്തില്ലല്ലോ. ഇവൻ മഹാ തെണ്ടി തന്നെ. പിന്നെ ഞങ്ങള് കറക്റ്റാണ് ഉപയോഗിക്കാം. എഡിറ്റ് ചെയ്യുന്നുള്ളൂ കേട്ടോ. അവരുടെ തെണ്ടി തന്നെ പണ്ടേ സ്ഥാനികളാ. തനിക്ക് നൽകാൻ യോഗ്യത ഉണ്ട് എന്ന് കരുതുന്ന സംവിധായകൻ ജയരാജിന്റെ നിന്ന് വാങ്ങി തനിക്ക് ഈ അവാർഡ് നൽകൂ. കോണത്തിൽ ഇറങ്ങി വന്ന ആളാ കേട്ടോ. ഇവിടുന്നേ വാങ്ങത്തുള്ളൂ. തെണ്ടിത്തരം കാണിക്കുന്നതിന് ഒരു അതിരുണ്ട്. എന്ത് തെണ്ടിത്തരം? എല്ലാരും കൂടെ ഒരു ചട്ടിയിൽ നിന്ന് വാരി തിന്നുമ്പോ അതിന്റെ മൂട്ടിൽ ഒരു ഓട്ട ഇട്ടിട്ട് അതിൽ നൂറ്റാ നോക്കരുത്. അത് നമ്മളെ നാട് ഇങ്ങനെ ഊച്ചിയ നാട് കുറത്ത് പിടിച്ച നാട്ടുകാരും ഒന്നും ചെയ്യാനില്ല ഗായ്സ്. എന്ത് ചെയ്യാനോ ഈ മരവാരയൊക്കെ ഇവരെയൊക്കെ പ്രൊഡ്യൂസറെ വേണം പറയാൻ. ഡയറക്ടറെ കണ്ടിട്ട് കാര്യമൊന്നും എനിക്ക് തോന്നുന്നു. നാരായണന് പുരസ്കാരം നൽകുന്നു എന്നതാണ് അവിടെ നടന്നത്. അത് അപ്പൊ തോന്നിയ ഒരു ബുദ്ധിയാ. ബുദ്ധിയല്ല, തെമ്മാടിത്തരം. ഇതാണ് നിന്റെയൊക്കെ സംസ്കാരം. ആവാം കുറച്ചൊക്കെ സ്മാർട്ട്നെസ്, പക്ഷെ പരിധി വിടരുത്. പരിധി വിട്ടാൽ ബോറാവും. ബോറെന്ന് പറയാൻ പറ്റത്തില്ല. ഇത് കൂതർ പരിപാടി തന്നെ വേണം പറയാൻ. എന്തത് വായില് നാവണ്ടോന്ന് നോക്കിയതാ. ഇത്രയൊക്കെ കേട്ടിട്ട് ഒരു അക്ഷരം മിണ്ടണമല്ല. അണ്ടർവേൾഡ് രാജാവായിരുന്ന മരുതുപാണ്ടി ചെട്ടിയാരുടെ മുമ്പിലൂടെ മുണ്ടും മടക്കി കുത്തി കൂസല്ലാതെ നടന്നുപോയ ആളല്ലേ. മിണ്ടാൻ ധൈര്യം വരുമോ? താൻ, അതായത് രമേശ് നാരായണൻ എന്ന ഞാൻ, ഈ ആസിഫ് അലി എന്ന യുവനടനിൽ നിന്ന് പുരസ്കാരം അല്ലെങ്കിൽ ഉപഹാരം വാങ്ങേണ്ട ആളല്ല. അതിനേക്കാൾ ഉയർന്ന വലിയൊരു സംവിധായകനായ ജയരാജിൽ നിന്ന് വാങ്ങിയാൽ മതി. ഉയർന്ന ഉടനെ പിടിക്കത്തുള്ളൂ. പറഞ്ഞ വേറെ ആയി പോവും. ഇതിനൊന്നും പറയുന്നില്ല. ചുരുക്കി പറഞ്ഞാൽ സമാസമം. അതേന്ന് ഞാൻ തോക്കണത് കുഞ്ഞേട്ടനും ഇവൻ തോക്കണത് എനിക്കും. സത്യം സത്യമായി പറയുന്നവനായി രാജാക്കന്ന്. ആസിഫ് അലി വരുന്നു. ആസിഫ് അലി ഞാൻ വാങ്ങിച്ചു. ആസിഫ് അലിയുടെ നിന്ന് ഈ മൊമെന്റോ വാങ്ങിച്ചു. പക്ഷെ എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു, ജയരാജും കൂടി ഇരിക്കുന്നുണ്ട് മുന്നിൽ. അപ്പോൾ ഒറ്റയ്ക്കല്ല, ജയരാജും കൂടെ ഈ വേദിയിൽ വരണം. ജയരാജ് വന്ന അവൻ ഉരുട്ടി എങ്ങി കൊട്ടിക്കും. ആസിഫ് അലി ഇപ്പൊ ഒരാളെ ഇൻസൾട്ട് ചെയ്തത് തന്തയിലായിരിക്കും.
മേടിക്കണ്ടെങ്കിൽ മേടിക്കണ്ട. അത് നല്ല പൊതുവേദി വെച്ച് അങ്ങനെ പറയുന്നതല്ലേ. ഒരു സംഘാടകരുടെ അവാർഡ് പോലും തരുന്ന എനിക്ക് ഇന്നാൾ നന്നാവുക കേട്ടോ, ആസിഫ് അലിയെ കൊണ്ട് തരയിക്കരുത് കേട്ടോ എന്നാണ് പറയാം. എനിക്ക് അങ്ങനെ തോന്നിയ വന്ന വഴി മറക്കരുത്, അതാ പുള്ളിയും കൂടി ചേർത്ത് എന്നൊരാഗ്രഹത്തിലാണ് ഞാൻ ജയരാജനും കൂടി ഇങ്ങോട്ട് വിളിക്കുക. നിന്റെ ഐഡിയ കൊള്ളാം. നെയ്യപ്പം തിന്നാ 2 ഗുണം. അപ്പം തിന്നാം, കയ്യിലാവുന്ന എണ്ണ തലയിലും തടവാം. ജയരാജ് വരുന്നു. ജയരാജ് വന്ന് കഴിയുമ്പോഴേക്കും എനിക്ക് പിന്നെ ആസിഫ് അലി ഇല്ല അവിടെ. ആസിഫ് അലി അപ്പോഴേക്ക് പോയി കഴിഞ്ഞു. അല്ല വിളിച്ചിട്ട് ഈ ഇങ്ങോട്ട് അവാർഡ് തന്നിട്ട് മേടിച്ചിട്ട് മറ്റൊരു കൂടെ തൊള്ളുമ്പോ അവൻ ഇങ്ങോട്ട് താലോ കൊണ്ട് നിൽക്കേ. നിന്റെ തടി ഊരാൻ വേണ്ടി എന്റെ തല കെട്ടി വെക്കാൻ നോക്കരുത്. ഇതും തന്നിട്ട് ആസിഫ് അലി അങ്ങോട്ട് പോയി. ആസിഫ് അലി ഞാൻ വിഷ് ചെയ്തു. ആസിഫ് അലിയുടെ പുറത്ത് ഞാൻ കൈ തട്ടുകയും ചെയ്തു. മതി മതി, മനസ്സുടക്കുമ്പോഴാണ് വാക്ക് ഉടക്കുന്നത്. അപ്പൊ പിന്നെ ആൾക്കാരൊക്കെ കൂടി പിന്നെ അടുത്ത പ്രോഗ്രാമിലേക്ക് പോയല്ലോ അവിടെ. ഇതാണ് നടന്നത്. നടന്നത്. ബാക്കിയുള്ളവന്മാര് മൊത്തം കണ്ണവട്ടന്മാര്, അണ്ണം മാത്രം വലിയ കഴിക്കലാള്. താനിങ്ങനെ ഓടിപ്പാഞ്ഞ് ഇവിടെ വന്ന് ഓരോരോ ഗോളായിട്ട് അടിക്കണ്ട. നിങ്ങൾക്ക് അത്ര സംശയമാണെങ്കിൽ എന്റെ രക്തം, കഫം, മൂത്രം ഒക്കെ പരിശോധിക്കാം. യെസ്, യു ക്യാൻ എക്സാമിനേഷൻ. മകനെ പാപ്പച്ച, എന്തോ ചീത്ത എന്ന് പറയിപ്പിക്കാൻ എളുപ്പാ. നീ ഈ നാട്ടിലെ അറിയപ്പെടുന്ന ഒരു കലാകാരനാ, വളർന്നു വരുന്നവനാ. അതെനിക്കറിയത്തില്ല. ഞാൻ ഈ മലവാഴയൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നത്. പറഞ്ഞു പുള്ളിക്കാരൻ അങ്ങനെയാണ്, സംഭവമാണ്. പുള്ളിക്കാരന് വലിയ പാട്ടുകാരനായിക്കോട്ടെ, തൊപ്പിക്കഴിക്കൽ ആളും ആയിക്കോട്ടെ, അത് നമുക്ക് സീനില്ല. പക്ഷെ എന്നാലും ഒരാളെ വിടിച്ചു വരുത്തിട്ട് അവമാനിക്കുന്നത് നന്നായിരിക്കും. അതിന് ആരായാലും അങ്ങനെ തന്നെ. എനിക്ക് പേഴ്സണലി അങ്ങനെ തോന്നുന്നത്. ആസിഫ് അലി പുതിയ നടനാന്നും പറഞ്ഞ അവാർഡ് മേടിക്കത്തില്ലേ? ഈ പറയുന്ന ആളിപ്പം കിഡ്നിയൊക്കെ പോയി, അല്ലെന്നുണ്ടെ കരളും കുടലൊക്കെ പോയി, ഒരു സർജറി വേണം, ഒരു 2 കോടി രൂപ. ആസിഫ് അലി എടുത്തു 10 ലക്ഷം തന്നാലും മേടിക്കത്തില്ലായിരിക്കും. അപ്പൊ പുതുമുഖം നടനല്ലേ, അവന്റെ പൈസ കുറവായിരിക്കും എന്ന് പറഞ്ഞ് മേടിക്കത്തില്ലായിരിക്കും. അങ്ങനത്തെ നാരികളാണ് ഇവന്മാരെന്നൊക്കെയാണ് എനിക്ക് തോന്നുന്നത്. അഭിപ്രായം ഒരു ഇഷ്ടം പോലെ ആരുണ്ട് കമന്റ് അടിച്ചു. ഒരു സീനും ഇല്ല. ഇത് വിളിക്കേണ്ടവർ വിളിച്ചു, പറയേണ്ടവർ പറഞ്ഞു. എനിക്ക് തോന്നുന്ന കാര്യങ്ങൾ ഞാൻ പറയും. പോസിറ്റീവായിട്ട് എടുക്കാം, നെഗറ്റീവായിട്ട് എടുക്കാം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.